കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പോലീസും CPM-ഉം ഒത്തുകളിച്ചെന്നാരോപിച്ച് കോൺഗ്രസിന്റെ കമ്മീഷണർ ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. നേരത്തെ EN സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പെട്ടി വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് EN സുരേഷ് ബാബുവും CPM ജില്ലാ നേതൃത്വം. മാർച്ചിന് കടന്നു വരാനുള്ള അവസരമൊരുക്കി പിറകിലുള്ളവർ ഇരിക്കുക. നമ്മുടെ മാർച്ച് പിറകിൽ വരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇരിക്കുക. നേതാക്കന്മാർ അവിടെ ഇരിക്കുക. സിനോജ് തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, മാർച്ച് തുടങ്ങി പോലീസ് ബാരിക്കേഡ് കെട്ടി ഇവിടെ തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ ബാരിക്കേഡിൻ്റെ ഈ വശത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ടി സിദ്ദിഖ്, പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം തന്നെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹമാണ് തീർത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 16-ാം തീയതിയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയും വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നുമായിരുന്നു പരാതി. കോൺഗ്രസ് വിമതന്മാർ CPM പിന്തുണയോടുകൂടി 11 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തില്ല. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. CPM-ഉം പോലീസ് ഒത്തുകളിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ പരിക്കേൽക്കുക തന്നെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി വന്നിരിക്കുന്നത്. തുടക്കത്തിൽ 1-2 പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോൾ മറിച്ചിടരുത്, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, അവിടെ ഇരിക്കാൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ട് പ്രവർത്തകരൊക്കെ തന്നെ ഈ ബാരിക്കേഡിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്. VD സതീശൻ അല്പസമയത്തിന് തന്നെ ഇവിടേക്ക് കടന്നു വരും. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ പ്രതിഷേധിക്കുകയാണ്. VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പരന്നകാലോടുകൂടി പ്രതിപക്ഷ നേതാവ് എത്തി ഈ സമരം ഉദ്ഘാടനം ചെയ്യും. അതായത് CPM-ഉം പോലീസും ചേർന്ന് കളിച്ചുകൊണ്ട് CPM-ന്റെ ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ സൗകര്യം നടത്തുകയാണ് കോൺഗ്രസ്.